ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. യെസ്, കുറച്ച് ദിവസമായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ അല്ലെങ്കിൽ നിഹാൽ പെർസ്പെക്റ്റീവ് ത്രൂ നമ്മൾ 2 ദിവസമായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നമ്മുടെ എജുപോന്റെ യൂട്യൂബ് ചാനൽസ് പിന്നെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊരു വിഷയം അല്ലേ, നിങ്ങളിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു കാര്യം. ഇത് പിന്നെ പ്രൊമോഷൻ പരിപാടിക്ക് വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ മാർക്കറ്റിംഗ് വേണ്ടിയിട്ട് അജാസ് സാർ നിങ്ങളെ പറ്റിച്ചതാണോ, അല്ലെങ്കിൽ ഏപ്രിൽ ഫൂളാണ്, ഏപ്രിൽ 1-നാണ് ഇത് സംഭവിച്ചത്, ഏപ്രിൽ ഫൂളാണ് അല്ലെങ്കിൽ പറ്റിപ്പാണ്, അത് വെറും ഉടായിപ്പാന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. പിന്നെ വാട്ടർ റോട്ടീസ് 2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അറ്റ് ലാസ്റ്റ് പിന്നെ നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടി എന്ന സന്തോഷ വാർത്ത ആദ്യം നിങ്ങളെ അറിയിക്കുകയാണ്. റെഡി. ഇനി രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു കാര്യം, എങ്ങനെയാണ് ശരിക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ, എന്താണ് ഇതിൻ്റെ പുറകിലെ സംഭവം. പണ്ട് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഹാക്ക് ഇത്, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി പോകാന്ന് പറയുമ്പോൾ എന്തിനാ ഹാക്ക് ചെയ്യുന്നത്, പാസ്വേഡ് നോക്കി അങ്ങ് അടിച്ചാൽ പോലെ, അല്ലെങ്കിൽ പാസ്വേഡ് അടിക്കുമ്പോൾ നോക്കി വെച്ചാൽ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ പരിപാടി. അതായത് ഇത് ഹാക്ക് ചെയ്തത് പിന്നെ നമ്മുടെ നിലവിലെ ഫൈൻഡിങ്സ് പ്രകാരം പിന്നെ മറ്റേ കുറേഷ്യ ബ്രാഹ്മിൻ്റെ ടീമോ അല്ലെങ്കിൽ നമ്മളെ റഷ്യൻ ബേസ്ഡ് ടീമോ ഒന്നുമല്ല നമ്മളെ. കാരണം നമുക്ക് 4ഓളം സ്റ്റുഡിയോസ് ഉണ്ട്. 4ഓളം സ്റ്റുഡിയോസിൽ ഒരുപാട് പിന്നെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഓഫീസിൽ തന്നെ ഉണ്ട്. ഇവരിലൊക്കെ പല ലാപ്പിൽ നമ്മുടെ ഈ മെയിൽ ഐ ഡി ഓപ്പൺ ആണ്. കാരണം യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിലും, യൂട്യൂബിൽ നിങ്ങളുടെ ലൈവ് ഷെഡ്യൂൾ ചെയ്യണമെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് തരണമെങ്കിലൊക്കെ ഇതിൻ്റെ ആക്സസ് ഈ നമ്മുടെ സ്റ്റാഫുകൾക്ക് വേണം. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, പല ആളുകളും പോകുന്നുണ്ട്, ഇതിങ്ങനെ റൊട്ടേറ്റ് നടന്ന് പ്രോസസ്സാണ്. പക്ഷേ എവിടെയോ ഏതോ ഒരു ലാപ്പിലാണ് ആരോ പാസ്വേഡ് അല്ലെങ്കിൽ ഇത് അടിച്ചു കൊടുത്തപ്പോൾ ആക്സസ് കൊടുത്തത് അവിടെ നിന്ന് എവിടുന്നാണ്, അത് ആര് എന്നുള്ള രീതിയിൽ ഫൈൻഡിങ്സ് ചെയ്യാൻ വേണ്ട മൊബൈൽ നമ്പറും അതുപോലത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൈബർ സെല്ലിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനിയും വിശ്വസിക്കാത്ത ആളുകൾക്ക്, ഇനിയും പല ആളുകളും വിശ്വസിക്കാത്ത കാരണം അത് കൃത്യമായി അതിൻ്റെ ഒരു വീഡിയോ അജാസാറിൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പിന്നെ സ്ക്രീൻഷോട്ട് ഞാൻ ചുമ്മാ ആഡ് ചെയ്യാം. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. വേണ്ടി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പറ്റിക്കലാണോ അല്ലെങ്കിൽ ഇത് ചാമ്പ്യതാണോ? ഒരിക്കലും പറ്റിക്കുന്ന പരിപാടിയല്ല കേട്ടോ. പിന്നെ ഇതൊരു പ്രൊമോഷൻ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് എജുപോൻ്റെ ചാനൽസ് ഹാക്ക് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം സാധ്യതകൾ ഇതിൻ്റെ പുറകിൽ ഒളിച്ച് കിടക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു. ഒന്നും ചെയ്തില്ല. ആകെ ഒഫീഷ്യലി നിങ്ങളിലേക്ക് വന്നത് ഒരേ ഒരു വീഡിയോ ആണ്, അജാസ് സാറിൻ്റെ ചാനലിലൂടെ നമ്മുടെ എജുപോൻ്റെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. അത് അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം മറ്റൊന്നല്ല, ഇനി ഏതെങ്കിലും രീതിയിലുള്ള കണ്ടന്റുകളോ മറ്റെന്തെങ്കിലും വീഡിയോസ് അതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കും. അല്ലെങ്കിൽ കാരണം ചെറിയ ക്ലാസ് മുതലുള്ള പിന്നെ കുട്ടികൾ നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും നിങ്ങളത്രയെങ്കിൽ ഒരു ചെറിയ കുട്ടികൾ അവർക്ക് അവരുടെ ഇന്നത്തെ കാലത്ത് അവർക്ക് നമ്മളെക്കാട്ടി വേണം വട്ടവിറ്റ്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇട്ടത്. പിന്നെ ഒരു വീഡിയോ നമ്മൾ ഇട്ടില്ല, ഇന്നൊരു വീഡിയോ ഇട്ട് ഞാനും എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ഇതെന്തെങ്കിലും രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്ത് അജാസ് സാർ നിങ്ങൾ അറിയിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിച്ചു. അജാസ് സാർ കൃത്യമായ രീതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി മുന്നേ ഇതുപോലെ പല ചാനൽസിൻ്റെയും പിന്നെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് പല ആളുകൾ നമ്മളെ വിലയിരുത്തിയത്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നൊന്നുമില്ല, എന്താണ് അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ അവരതിനുശേഷം എന്തൊക്കെ ചെയ്തു അങ്ങനെയൊന്നും, അല്ലെങ്കിൽ അതിനവിടെ പ്രസക്തിയില്ല, അല്ലെങ്കിൽ അത് പറയേണ്ട ആളല്ല ഞാൻ. അപ്പോൾ നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. ഞാനെപ്പോഴും നമ്മളെ സൈഡിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ എജുപോർട്ടിൽ അവിടെ നടക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എജുപോർട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഒരു റോ ഫോർമാറ്റിലാണ് പലപ്പോഴും പല കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത്. നമ്മൾ അതിൽ പലപ്പോഴും വെള്ളം ചേർക്കുന്ന പരിപാടി നമ്മൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എന്ത് കാര്യമാണെങ്കിലും ഇനി ഒരു റെക്കോർഡ് വീഡിയോ ആണെങ്കിലും ലൈവിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണെങ്കിലും ഒക്കെ റോ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഒരു ഓപ്പൺ പുസ്തകമായിട്ടുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നിങ്ങൾ എത്തിക്കാറുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ചേർത്ത് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ചേർത്ത് ആർട്ടിഫിഷ്യലായി പല കാര്യങ്ങൾ ചെയ്ത് കളയാൻ ഞങ്ങളിൽ സമയവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പല കാര്യങ്ങളും അപ്പം തന്നെ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു ഞങ്ങൾ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു സംവിധാനം ക്ലിയർ ആയി ഞങ്ങൾ അറിയിക്കുക. അതുകൊണ്ട് നമ്മുടെ ചാനൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. പല ആളുകളും എനിക്ക് നിരന്തരം മെസ്സേജ് ചെയ്യുന്നു. അതോ നമ്മുടെ യൂട്യൂബ് ചാനൽസിനെ മാത്രമേ ഈ ഒരു വിഷയം ബാധിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ അയച്ചിട്ടുണ്ട്. കൃത്യമായി മെയിൽ പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളെ ചാനൽ ഹാക്ക് ചെയ്തു. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു, ഇനി ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മളെ ചാനൽ ആക്സസ് ആക്കും, നമുക്കും അതിലേക്ക് വീഡിയോ ഇടാൻ കഴിയില്ല. കാരണം ആ രീതിയിൽ ഫ്രീസ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ചാനൽ നമ്മളെ ചാനലാണ്, ഇതിൻ്റെ ഉടമസ്ഥന്മാർ അല്ലേ, ഈ കുട്ടിയുടെ നന്ദി ഞങ്ങളാണെന്ന് അറിയിക്കുന്ന രീതിയിലേക്ക് അത് പ്രൂവ് ചെയ്യാനുള്ള സാധനങ്ങൾ ഗൂഗിളിൽ നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കണം. ഇൻസ്റ്റഗ്രാം നമ്മൾ ഹാക്ക് ചെയ്തത് ഞാൻ അതിൻ്റെ കൂടെ നേരത്തെ പറയാൻ പറ്റിയ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതും നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ രീതിയിൽ നമ്മുടെ ചാനൽ നമ്മുടെ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആസ് സൂൺ ആസ് പോസിബിൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ത്രൂ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, ഇതൊരു നോർമൽ പ്രോസസ്സാണ്, ഒരു യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യുക എന്നുള്ള നോർമൽ പ്രോസസ്. പക്ഷേ നമ്മളെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യുമ്പോൾ വലിയ വിഷയം അല്ലെങ്കിൽ ഒരു
മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാവുന്ന കാര്യം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ എഡ്യൂക്കേഷൻ പേർപ്പസിന് ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ എന്ന രീതിയിലാണ് നമ്മൾ ഇന്നലെ ന്യൂസിലൊക്കെ നമ്മൾ അതിനെപ്പറ്റി കാര്യങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ സൈബർ സെല്ലിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്, ചില നമ്പേഴ്സ് വെച്ചിട്ടുള്ള ചില ഫോൺ നമ്പേഴ്സ് ഉണ്ട്, നമ്മളത് ഇപ്പോൾ ട്രേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, ആ നമ്പേഴ്സിനാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇനിവേ നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ എൻ്റെ നിഹാൽ പെർസ്പെക്റ്റീവ് പല വീഡിയോസ് നമ്മളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. കാരണം എഡ്യൂബോണ ചാനൽ അല്ലാതെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളുമായിട്ട് അത്യാവശ്യം കണക്ഷൻ ഉള്ള ഒരു ചാനലാണ് എൻ്റെ ചാനൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുറന്ന് അപ്ഡേറ്റ്സും വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് പരിപാടികൾ, അത്രയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഏതായാലും ഇവിടെ കുറച്ച് മിഠായിസൊക്കെ ഉണ്ട്, എനിക്കാണ്. അപ്പോൾ ഏതായാലും ഒരു വർഷം മിഠായൊക്കെ കഴിച്ച് നമുക്ക് എന്ത് ചെയ്യും ഈ സന്തോഷത്തിൽ പങ്കുചേരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, എജുപോണിൻ്റെ ചാനൽ തിരിച്ച് കിട്ടിയ വക ഒരു സ്നിക്കേഴ്സിൻ്റെ ഒരു കഷ്ണം ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ സംഭവമൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ട് നമ്മൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. നിങ്ങൾ ജെന്യൂനായ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളിത് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്, ഇത് ഒരു ഉടായിപ്പാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അജാസ് സാറിൻ്റെ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ ഇന്നത് കറക്റ്റ് സാധനം അജാസ് സാർ പറയുന്നുണ്ട്, നിങ്ങൾ അതും കൂടി ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, കാരണം ഇത് എൻ്റെ ചാനലാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ളതല്ലേ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് തരാതിരിക്കട്ടെ. ബാക്കി നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട പലപ്പോഴും മോട്ടിവേഷൻസും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഞാൻ ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങിയത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ, വരാം.